നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരുടെ കൂടെ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് TT എന്ന് പറയാണ്, ഇയാൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കോണം, അതുവരെ ടിക്കറ്റ് ഉള്ളൂ. ശരിയാണ്. കേൾക്കുമ്പോൾ ഒരു ഷോക്കാണെങ്കിലും നമ്മളോട് ചിലരോടെങ്കിലും 18 വയസ്സിന് ശേഷം നമ്മുടെ വായിൽ മുളച്ചു വരുന്ന വിസ്ഡം ടൂത്ത് അഥവാ അവസാനത്തെ അണപ്പൽ പറിച്ചെടുത്ത് കളയണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടാവാം. ഒരു സ്റ്റോപ്പിലേക്കുള്ള ദൂരം മാത്രമേ ബാക്കിയുള്ളൂ എന്നറിയുമ്പോൾ ഒരു ഷോക്ക്, അത് വല്ലാത്തൊരു ഫീലാണ്. നമ്മുടെ വിസ്ഡം ടൂത്തിന്റെ ചുറ്റിലുമുള്ള അസ്ഥിയും മോണയും അതിനോട് ചേർന്നിട്ടുള്ള പല്ലിന്റെ ആരോഗ്യത്തെ നിരീക്ഷിച്ചിട്ടാണ് ഡോക്ടർ ഈ ഒരു ചികിത്സ നിർദ്ദേശിക്കുന്നത്. പലപ്പോഴും അതിന് മറുപടിയായി, അയ്യോ ഡോക്ടർ ഇപ്പോൾ വേണ്ട, പിന്നീടാവട്ടെ, വേദനയൊന്നുമില്ലല്ലോ, സാവകാശത്തിലാവാം എന്നായിരിക്കും. കൃത്യസമയത്ത് ചെയ്യേണ്ട ചികിത്സ ചെയ്തില്ലെങ്കിൽ അതിന്റെ ദൂഷ്യവശത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ദേ ഇതൊന്ന് നോക്കിക്കേ. യഥാസമയത്ത് വിസ്ഡം ടൂത്ത് പറിച്ച് എടുത്ത് കളയാത്തതുകൊണ്ട് അതിനോട് ചേർന്നുള്ള പല്ല് ഭാഗികമായോ പൂർണ്ണമായോ നശിച്ചിട്ടുണ്ടാവാം. നമ്മളത് അറിയുമ്പോഴത്തേക്കും വളരെ വൈകിയിട്ടുണ്ടാവാം. അതിന്റെ ഇടയിൽ ഒരാളെ കൂടെ കൂട്ടുന്നെന്തിനാ? അതുകൊണ്ട് ഇനി വൈകിക്കണ്ട. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡോക്ടറിനെ കണ്ട് നിങ്ങളുടെ വിസ്ഡം ടൂത്തും നിങ്ങളുടെ വായിലെ ആരോഗ്യവും സംരക്ഷിക്കും. ഹെൽത്തി ആയിട്ട് ജീവിക്കാം. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി യൂസ്ഫുൾ ആയിരിക്കുക എന്നൊക്കെ പറയാറില്ലേ?